ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ കൈപ്പടയെക്കുറിച്ച് കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില രേഖകളിൽ സുനിയുടെ കൈപ്പട അവിശ്വസനീയമെന്ന് കോടതി. സുനിയുടെ കത്തിൽ അക്ഷരത്തെറ്റില്ലാത്തത് അത്ഭുതകരമാണ്. കത്ത് വ്യക്തവും മനോഹരവുമായ കൈപ്പടയിലാണ്. 2017 സുനി എഴുതിയ കത്തിൽ നിരവധി അക്ഷരത്തെറ്റുകളുണ്ടെന്നും കോടതി. ഒരു വർഷത്തിനകം സുനിയുടെ കൈപ്പട ഇത്രയും മെച്ചപ്പെട്ടത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതി പൾസർ സുനിയുടെ കത്തുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ നിന്ന് ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എത്ര ഗൗരവതരമായ നിരീക്ഷണങ്ങളാണവ? എന്തൊക്കെയാണ് കോടതിയുടെ സംശയങ്ങൾ ഈ കത്തുമായി ബന്ധപ്പെട്ട്? ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോഴാണ് ഇത്തരം ചില വിവരങ്ങൾ കൂടി അതിനൊപ്പം പുറത്തു വരുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില രേഖകളിൽ അതിലുള്ള പൾസർ സുനിയുടെ കൈപ്പടകളിലാണ് ഇത്തരത്തിലൊരു സംശയം കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമായും അക്ഷരത്തെറ്റില്ലാത്ത കത്ത്. അതായത് പൾസർ സുനി ആദ്യം കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു കത്തിൽ വലിയ തോതിലുള്ള അക്ഷരത്തെറ്റുകളുണ്ടായിരുന്നു. അത് വായിച്ചെടുക്കാൻ കോടതിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പിന്നീട് ഹാജരാക്കിയ ഒരു കത്ത്, പൾസർ സുനി എഴുതിയെന്ന് അവകാശപ്പെട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു കത്ത്, അതിൽ പൾസർ സുനിയുടെ കൈയക്ഷരം അത് വളരെ മനോഹരമായാണ് കാണപ്പെടുന്നത്. ഒരൊറ്റ അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെയാണ് അത് കാണപ്പെടുന്നത് എന്നാണ് കോടതി വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഈ 2017 സുനി എഴുതിയ കത്തിൽ ധാരാളം അക്ഷരത്തെറ്റുകളുണ്ടായിരുന്നു. 2017 ഇത്തരത്തിൽ എഴുതിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു കത്തിൽ ധാരാളം അക്ഷരത്തെറ്റുകളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന എക്സിബിറ്റ് P457 ആ കത്തിൽ ഒരു തരത്തിലുള്ള അക്ഷരത്തെറ്റുകളില്ല എന്ന് മാത്രമല്ല വളരെ മനോഹരമായ വാക്കുകളിലാണ് ആ കത്ത് എഴുതിയിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വിദ്യാഭ്യാസം ജയിലിനുള്ളിൽ നിന്നും സുനി എപ്പോഴെങ്കിലും ആ ഒരു വർഷത്തിനിടയ്ക്ക് നേടിയതായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടിയതായി, ഇത്ര മനോഹരമായി അക്ഷരത്തെറ്റുകൾ ഇല്ലാതെ കത്തെഴുതാൻ തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നേടിയതായി കോടതിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ ഡയറിയും പോസ്റ്റ് കാർഡുകളും ഹാജരാക്കിയിരുന്നു. ഈ പ്രോസിക്യൂഷൻ സുനിയുടെ ഡയറികളും പോസ്റ്റ് കാർഡുകളും ഹാജരാക്കിയിരുന്നു. ഇതിൽ എറണാകുളം സബ് ജയിലിൽ വെച്ച് സുനി ഉപയോഗിച്ചിരുന്ന ഡയറിയും വീട്ടുകാർക്ക് അയച്ച പോസ്റ്റ് കാർഡുമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. ഈ കത്തിലെ ഈ രണ്ട് മറ്റാരോ തയ്യാറാക്കിയതാണ് എന്ന സംശയമാണോ കോടതിക്ക്? കോടതിക്ക് ഒരു സംശയമുള്ളത്, അതായത് ഈ സുനി എഴുതിയ കത്താണ് ഇത് എന്ന് തെളിയിക്കാൻ കോടതിക്ക് വിശ്വാസം വരുന്നില്ല. അതായത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കത്ത് അത് സുനി തന്നെ എഴുതിയതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് സുനി എഴുതിയതാണ് എന്ന് കോടതിക്ക് ബോധ്യമാകുന്നില്ല എന്ന് അതിൽ മനസ്സിലാകുന്നത്. അത് തന്നെ ഉപേക്ഷിക്കപ്പെടുന്നത് ഈ കത്ത് മറ്റാരോ എഴുതി എന്നൊരു തരത്തിലുള്ള സംശയത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്കാണ് കോടതി പോകുന്നത് തന്നെയാണ് കരുതേണ്ടത്. പ്രത്യേകിച്ച് സുനിയുടെ കത്തുകൾ തമ്മിൽ വലിയ തോതിൽ ഈ വീട്ടുകാർക്ക് എഴുതിയ കത്തും ഡയറിയും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കത്തും, ഇത് മൂന്നിലുമൊക്കെ വ്യത്യസ്തമായ കൈപ്പടകളാണുള്ളത്. വ്യത്യസ്ത അക്ഷരത്തെറ്റുകൾ സുനി എഴുതിയ ഡയറിയിൽ അക്ഷരത്തെറ്റുകളുണ്ട്, സുനി ആദ്യം എഴുതിയ കത്തിൽ അക്ഷരത്തെറ്റുകളുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പിന്നീട് വിവാദമായ ഒരു കത്തിൽ ആ കത്തിൽ അക്ഷരത്തെറ്റുകളില്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇത് സുനി തന്നെ എഴുതിയതാണോ എന്ന കാര്യത്തിൽ എന്താണ് ഈ കോടതി സംശയം ഉന്നയിച്ച ഈ കത്തിന്റെ ഉള്ളടക്കം? അതിൽ 8ാം പ്രതി ദിലീപിന്റെ പങ്കും അതുപോലെ തന്നെ മറ്റ് ഗൂഢാലോചനയൊക്കെ സൂചിപ്പിക്കുന്നതാണോ കത്ത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്ത് എന്ന പേരിലാണ് പ്രോസിക്യൂഷൻ ഈ കത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആ കത്തിലാണ് ഇത്തരത്തിൽ അതായത് വിവാദമായ ഒരു കത്ത്, പൾസർ സുനിയുടെ കോടതിയിൽ നിന്നും പുറത്തേക്ക് എഴുതിയെന്ന് പറയപ്പെടുന്ന വിവാദമായ ഒരു കത്ത്, ആ കത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ കോടതി പരിശോധിച്ചിരിക്കുന്നത്. ആ കത്തിലെ കൈപ്പടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാക്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് കോടതിക്ക് ഇത്തരത്തിൽ സംശയമുള്ളത്. കോടതിയിൽ ഏറ്റവും അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ഈ കൈപ്പടകളും രേഖകളും പരിശോധിക്കുന്നതിൽ നിന്നും ഈ കത്ത് പൾസർ സുനി എന്ന സുനിൽകുമാർ തന്നെ എഴുതിയതാണോ എന്ന സംശയമുണ്ട് എന്നാണ് കോടതി ഇതിൽ പറയുന്നത്. അപ്പോൾ അത് പൾസർ സുനിയുടെ കോടതിയിൽ ഹാജരാക്കിയ പ്രധാന തെളിവുകളിൽ ഒന്നാണ് പൾസർ സുനിയുടെ ഈ കത്ത്. ഈ കത്തിലെ കൈപ്പട അവിശ്വസനീയമാണ്. അത് പൾസർ സുനി തന്നെ എഴുതിയതാണോ എന്ന സംശയമാണ് കോടതിക്ക്. വിവരങ്ങളാണ് നിധിൻ സേവ്യർ നൽകിയത്.